മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ റോമൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ മുഖവര ആമുഖം ആയിട്ടുള്ള ചില 3-4 എപ്പിസോഡുകളാണ് പറഞ്ഞത്. ഇതുവരെയും ആ ഇൻട്രൊഡക്ഷൻ ഇതുവരെയും തീർന്നിട്ടില്ല. ഇന്നുകൊണ്ട് അത് നമുക്ക് തീർക്കാം എന്ന് വിചാരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത് ഇതിൻ്റെ കണ്ടൻറ്റുകളെക്കുറിച്ച് ഡിവൈഡ് ചെയ്താണ് പഠിച്ചത്. 5 കാര്യങ്ങളാണ് പറഞ്ഞത്. സിൻ, സാൽവേഷൻ, സെപ്പറേഷൻ, സോവർണിറ്റി, സർവീസ്. ഈ 5 കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു. നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ അത് മറ്റുള്ള ആ പ്രീവിയസ് എപ്പിസോഡ് നിങ്ങളൊന്ന് സന്ദർശിക്കണം. അത് പഠിച്ചിട്ട് ആ ജനറലായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫർദറായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് അത് പഠിക്കണം. ഇനി നമ്മൾ ഇത് പഠിക്കുന്നതിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ. പൗലോസ് AD 58 കോരിന്ത്യയിലിരുന്ന് എഴുതിയൊരു ലേഖനമാണ് റോമർക്ക് എഴുതിയ ലേഖനം എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 1:8 നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവുമെന്ന് യേശുക്രിസ്തു പറഞ്ഞു കഴിഞ്ഞിട്ട് ഏകദേശം 30 വർഷം, ചില പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞ് ഏകദേശം 30 വർഷമേ ആയിട്ടുള്ളൂ. AD 58 എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ എന്ന് പറയുമ്പം ആ ഒരു പീരീഡാണ് ആ സമയം. കൊലോസ്യർക്ക് ലേഖനം അതിന് ശേഷം എഴുതിയാണ്. കൊലോസ്യരുടെ ലേഖനത്തിനകത്ത് പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: 1:6 സർവ്വലോകത്തിലും ഈ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിലും എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചു വന്നു. അതിന് ഈ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം റോമയിൽ പോകാനായിട്ട് വലിയ ആഗ്രഹമുണ്ട്. എന്നാൽ റോമയിൽ പോയിട്ടില്ല. പൗലോസ് പോകാനായിട്ട് അതിന് പ്രിപ്പറേഷനിൽ ഇരിക്കുകയാണ്. എന്നാൽ സർവ്വലോകത്തിലും ഈ 30 വർഷം കൊണ്ട് ദൈവത്തിൻ്റെ സുവിശേഷം എത്തി. കൊലോസ്യർ 1:23 പറയുന്നു: ആകാശത്തിന് കീഴെ സർവ്വ സൃഷ്ടികളുടെ ഇടയിൽ ഘോഷിച്ച് പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെ ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരമുള്ളവരായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും. ഇവിടെയും കാണുന്നു അണ്ടർ ഹെവൻ എവ്രി ക്രീച്ചർ. അപ്പോഴേ പൗലോസ് ഈ 30 വർഷത്തോളം ആ കാലം കൊണ്ട് സുവിശേഷം പറയാവുന്നിടത്തെല്ലാം പറഞ്ഞു. ഭരണത്തിൻ്റെ ഇടയിൽ പോലും, അവരെ പിടിച്ച് തടവിലിട്ടപ്പോൾ പോലും സർവ്വലോകത്തിലും എങ്ങനെ ഈ സഭകൾ ഉണ്ടായി, എങ്ങനെ സഭ രൂപപ്പെട്ടു, നമുക്ക് മനസ്സിലാവും. അവിടെയൊക്കെ ഹൃദയത്തിൽ ഈ കർത്താവിൻ്റെ സ്നേഹം കത്തിജ്വലിച്ച് നിൽക്കുകയായിരുന്നു. കാരണം ഒരു രീതിയിലും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അവരെ മാറ്റാനായിട്ട് പറ്റുകയില്ല. അങ്ങനെ റോമയിൽ സഭയുണ്ടായി. അതാണ് ആ ഹൃദയത്തിൻ്റെ വാഞ്ച. പൗലോസ് ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നേരത്തെ സംസാരിച്ചാണ് ഹൃദയത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉത്തരം കൊടുക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം നൂറ്റാണ്ടിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. കാരണം പൗലോസിന് വലിയ ജ്ഞാനമുണ്ടായിരുന്നു. ആ ജ്ഞാനത്തിൽ നിന്ന് പൗലോസ് ഉത്തരം കൊടുക്കുകയാണ്. അതുകൊണ്ട് 1-ാമത് നീതീകരണം, വിശ്വാസത്തിൻ്റെ നീതീകരണം, ദൈവത്തിൻ്റെ നീതി എവിടെ എന്ന് ചോദ്യം 1-ാം നൂറ്റാണ്ടിൽ ഒരുപാടുണ്ടായിരുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 9:2 ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ? ദൈവം പാപരഹിതനാണ്, പാപമില്ലാത്തവനാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിമാനാകുന്നത് എങ്ങനെ? ഇതേ കാര്യങ്ങൾ 25:4 മർത്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിമാനാകും? 25:4 ഇതിലെല്ലാം പറയുന്നുണ്ട് മനുഷ്യൻ ദൈവസന്നിധിയിൽ നീതിമാനാകും. എങ്ങനെയാകും? ക്രിസ്തുവിന് 500 വർഷത്തിന് മുമ്പുള്ള സോക്രട്ടീസും ഇതേ ചോദ്യം ചോദിച്ചു. പാപം ചെയ്ത മനുഷ്യൻ എങ്ങനെ ദൈവം നീതീകരിക്കും? പൗലോസിൻ്റെ കാലത്തും ഇതേ ചോദ്യം പൊങ്ങി വന്നിരുന്നു. അതിന് മറുപടിയായിട്ട് പൗലോസ് കൊടുക്കുന്ന മറുപടികളാണ് സ്പിരിച്വൽ ഇൻ്റലക്ച്വൽ പവർ. അത് ഈ ഡോക്ട്രിൻ
ഈ റോമർക്കെഴുതിയ ലേഖനത്തിൽ കാണാം. അത് അവരോട് പറയാനായിട്ട് പൗലോസ് പലപ്പോഴും റോമിൽ പോകാൻ ആഗ്രഹിച്ചു, എന്നാൽ അത് സാധിച്ചില്ല. എന്താണ് ദൈവം പൗലോസിനെ റോമിലോട്ട് വിടാതിരുന്നത്? പൗലോസ് അവിടെ ചെല്ലുന്നത് കാരാഗ്രഹത്തിൽ ബന്ധനസ്ഥനായിയാണ്. സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് ഇടമില്ല എന്ന് നേരത്തെ പറഞ്ഞു. കൊലോസ്യർ 1:6 സർവ്വലോകത്തിലും സുവിശേഷം പ്രസംഗിച്ചു. അതിന് സുവിശേഷം സ്പെയിനിലേക്ക് പോകുന്ന വഴി യെരുശലേമിൽ വെച്ച് ബന്ധനസ്ഥനായി അവസാനം റോമിലെത്തി. റോമിൽ അവിടെ വെച്ച് പൗലോസ് മരിക്കുകയാണ്. അതിന് പൗലോസിൻ്റെ ശുശ്രൂഷ എല്ലാം തികയുന്നത് അവിടെ ചെന്നിട്ട് യെരുശലേമിൽ വെച്ച് മരിക്കുന്നതുകൊണ്ട് പൗലോസിൻ്റെ ശുശ്രൂഷ അവിടെ തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നേരത്തെ റോമിൽ എത്തിയിരുന്നെങ്കിൽ ചിലപ്പോഴേ പൗലോസിൻ്റെ ഈ ശുശ്രൂഷ തികയ്ക്കാനായിട്ട് പറ്റുകയില്ലായിരുന്നു. അതുകൊണ്ട് ദൈവം അവനെ അവസാനമായിട്ടാണ് അവിടെ എത്തിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായം നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ അതിൽ 16-ാം വാക്യത്തിൽ റോമിലെത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളികളോട് വേറിട്ട് പാർപ്പാൻ പൗലോസിന് അനുവാദം കിട്ടി. അത് താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം അവിടെ വേറിട്ട് താമസിക്കുവാനായിട്ട് പൗലോസിന് അനുവാദം കിട്ടി റോമിൽ. അവിടെ താഴോട്ട് എഴുതിയിട്ടുണ്ട്, 3 ദിവസം കഴിഞ്ഞിട്ട് അവൻ യഹൂദന്മാരിൽ പ്രധാനികളാരെ വിളിപ്പിച്ചു. അവർ വന്ന് കൂടിയപ്പോൾ അവരോട് പറഞ്ഞു, സഹോദരന്മാരെ, ഞാൻ ജനത്തിനോ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ വിരോധമായി ഒന്നും ചെയ്തിട്ടില്ലായിരിക്കുക എന്നെ യെരുശലേമിൽ നിന്ന് ബദ്ധനായി റോമക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവിടെ പൗലോസ് തടവിലായിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുകയാണ്. 23-ാം വാക്യത്തിൽ ദൈവം ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവൻ്റെ പാർപ്പിടത്തിൽ അവൻ്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞ് മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെക്കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ മുതൽ സന്ധ്യ വരെ വിവരിച്ചതായിട്ട് കാണുന്നു. അപ്പോഴേ ഈ തടവിലായിരുന്നപ്പോഴും പൗലോസിൻ്റെ ഒരേ ചിന്ത എങ്ങനെയെങ്കിലും സുവിശേഷം അറിയിക്കണം എന്നുള്ളതാണ്. 29-ാം വാക്യത്തിൽ അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്ത് തൻ്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ടു. 2 വർഷം അവിടെ വാടകയ്ക്ക് താമസിച്ചു സുവിശേഷം അറിയിച്ചതായിട്ട് കാണുന്നു. സുവിശേഷം ഒരിക്കലും തടസ്സപ്പെടുന്നില്ല. ബന്ധനസ്ഥനായ പൗലോസിൻ്റെ ജീവിതത്തിലും സുവിശേഷം അവിടെ തടവിലായിരുന്നപ്പോഴും അറിയിച്ചതായിട്ട് കാണുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ വന്ദനം ചെല്ലുന്ന സമയത്ത് കൈസരുടെ അരമനയിലുള്ളവരെ വന്ദനം ചെല്ലാനായിട്ട് പറയുന്നു. ഓക്കെ, സീസറിൻ്റെ ഭവനത്തിൽ പോലും അവിടെയുള്ള അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ അരമനയിൽ ഉള്ള ജോലിക്കാർ പോലും കർത്താവിനെ അറിയാനായിട്ട് ഇടവന്നു എന്ന് കാണുന്നു. എന്നുവെച്ചാൽ ബന്ധനമൊന്നും സുവിശേഷത്തിനൊരു പ്രശ്നമല്ല. കാരണം കർത്താവിൻ്റെ സ്നേഹം അത്രയ്ക്ക് അവിടെ നിർബന്ധിക്കുകയാണ്. നമുക്ക് നേരത്തെ പഠിച്ച് അറിയാവുന്നതാണ്. യെരുശലേമിലേക്ക് വിശുദ്ധന്മാർക്ക് വേണ്ടി കളക്ഷൻ നടത്തി അവരെല്ലാം വിറ്റിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. യെരുശലേം ചർച്ച ഒരു മദർ ചർച്ചാണ്. അവർക്ക് വേണ്ടി ഒരു ധർമ്മശേഖരം നടത്തി ആ പണവുമായി യെരുശലേമിലേക്ക് പോകുമ്പോഴാണ് പൗലോസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അത് നമ്മൾ നേരത്തെ പഠിച്ചാണ്. 3-ാം മിഷണറി ജേർണിയിൽ കോരിന്ത്യയിൽ സന്ദർശിക്കുമ്പോൾ അവിടെ 3 മാസം പാർത്തു. AD 58-59 ഈ പീരീഡിലാണ് ഇത് എഴുതിയത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ലേഖനം നമ്മളുടെ പഠിത്തത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. നിങ്ങൾ എന്നോട് ചേർന്ന് ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും എന്നോട് ചേർന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് 10 കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കും. 10 കാര്യങ്ങൾ നിങ്ങൾ അത് നോട്ട് ചെയ്താലും കുഴപ്പമില്ല. 10 കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നത്. 1 ബൈബിൾ ഡോക്ട്രിൻസ് ആണ് പഠിക്കുന്നത്. ബൈബിളിലുള്ള ഉപദേശങ്ങൾ. ഈ ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ഡീറ്റെയിലായിട്ട് പറഞ്ഞല്ലോ. അതിനകത്ത് പ്രധാനമായിട്ടുള്ള കണ്ടംനേഷൻ്റെ കാര്യം, അതുപോലെ ശിക്ഷാവിധി, അതുപോലെ നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. അതെന്താണ്? ദ ഡിക്ലറേഷൻ, നമ്മളെ നീതീകരിക്കുകയാണ്. ഡിക്ലറേഷൻ ബൈ ഗോഡ് ദാറ്റ് യു ആർ ജസ്റ്റ് റൈച്ചസ് എന്ന് ദൈവം നിങ്ങളെ ഡിക്ലെയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് കുറ്റമില്ല എന്ന് ദൈവം ഡിക്ലെയർ ചെയ്യുന്ന ആക്റ്റാണ് നീതീകരണം. അതുപോലെ അത് എന്താണ്? ഫ്രം ദ പെനാലിറ്റി
ഓഫ് സിൻ, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ വിമുഖരാക്കി മാറ്റി. ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഒന്നുമില്ല. അങ്ങനെ ആക്കി മാറ്റുന്ന, അതിനുശേഷം എന്താണ്? എറ്റേണൽ സെക്യൂരിറ്റി. അതാണ് നമ്മൾ പിന്നെ പഠിക്കുന്നത്, ബൈബിൾ ഡോക്ടറിനകത്ത് പഠിക്കുന്ന എറ്റേണൽ സെക്യൂരിറ്റി. അവിടെയാണ് രക്ഷ നഷ്ടപ്പെടുമോ നഷ്ടപ്പെടത്തില്ലയോ, എന്താണ് ചെയ്യുന്നത്? സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സ്, രക്ഷയുടെ പ്രോസസ്സാണ്. ഒരു ഈവൻ്റ് മാത്രമല്ല, വിശ്വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഈവൻ്റ് മാത്രമല്ല, അതിൻ്റെ കണ്ടിന്യൂറ്റി. അതിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോഴേ, ആ പ്രോസസ്സിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോഴേ വി വിൽ ബി സേവ്ഡ്, നമ്മൾ പൂർണ്ണമായിട്ട് രക്ഷിക്കപ്പെടും എന്നുള്ളത്. അതുപോലെ റോങ് ടീച്ചിങ്സിനെ കുറിച്ച് മൂന്നാമത് നമ്മൾ പഠിക്കുന്ന റോങ് ടീച്ചിങ്സാണ്. തെറ്റായിട്ടുള്ള പഠിക്കൽ, ഒരുപാട് തെറ്റായിട്ടുള്ള പഠിപ്പിക്കലുകൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് പൗലോസ് ക്ലിയറായിട്ട് നമ്മൾ പറയുന്നു. 6-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമ്മുടെ സാൽവേഷൻ കംപ്ലീറ്റ് ആവുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പൂർണ്ണമായിട്ട് കർത്താവിനോട് മരിച്ച് അടക്കപ്പെട്ട് നിൽക്കുന്ന കാര്യം, ആത്മീയ സ്നാനം, പൂർണ്ണമായിട്ടുള്ള സ്നാനം, അതിനെക്കുറിച്ചും എല്ലാം പറയുന്ന ഭാഗങ്ങൾ. റോങ് ആയിട്ടുള്ള പല ടീച്ചിങ്ങുകൾ നമുക്കുണ്ട് അതിനെക്കുറിച്ച്. 4-ാമത് ഏറ്റവും പ്രധാനമായിട്ട് ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഗോഡ്, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു. റിലിജിയനെ കുറിച്ച്, മതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അവേഴ്സൽസ്, നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ഇതെല്ലാം തന്നെ യഹൂദനായിട്ടുള്ളവൻ, മോറൽ മാൻ, വേൾഡ്ലി മാൻ, ഇവരെക്കുറിച്ചുള്ള ക്ലാസിഫിക്കേഷനൊക്കെ വരുന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാകും. 5-ാമത് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നത് ദ അനോയിൻറ്റിങ് ഓഫ് സ്പിരിറ്റ്, ആത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് 8-ാം അധ്യായത്തിൽ മുഴുവൻ പറയുന്നുണ്ട്. ആത്മീയമായിട്ടുള്ള ജീവിതം ഏതാണ്, അതിൽ തന്നെ ഇമ്പാർട്ടേഷൻ ഓഫ് സ്പിരിറ്റ് പറയുന്നുണ്ട്. ഇപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ടി വിയിലൊക്കെ കാണുന്നതാണ്. ഇമ്പാർട്ടേഷൻ ഓഫ് സ്പിരിറ്റ്, ദൈവം എങ്ങനെയാണ് നമ്മളിലേക്ക് ആത്മാവിനെ പകരുന്നത്, ഇതെല്ലാം ഇതിൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന. എന്നിട്ട് ഇത് പഠിക്കുന്ന സമയത്ത് എന്താണ്, ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്, അറിയാതെ തന്നെ വരികയാണ്. 7-ാമത്തെ വിക്ടറി ഓവർ ദ ബോണ്ടേജ് ഓഫ് സിൻ, പാപത്തിൻ്റെ ബോണ്ടേജിൽ നിന്നുള്ള വിക്ടറി. 6-ാം അധ്യായം മുഴുവൻ അതിനെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് നമ്മളെ ഏറ്റെടുക്കുന്നത് അത് നമ്മൾ മനസ്സിലാവും. 8-ാമത് ബ്ലെസ്സിങ് ത്രൂ വർഷിപ്പ്, നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ സൗരഭ്യവാസനയെ യാഗമായി സമർപ്പിച്ചിട്ട് നമുക്ക് വരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് അതിൽ പറയുന്ന 12-ാം അധ്യായത്തിൽ അങ്ങോട്ട് അതിൻ്റെ വിശകലനം വലിയ രീതിയിൽ അങ്ങ് വരികയാണ്. എന്തോ സന്തോഷത്തിൻ്റെ കാര്യങ്ങളാണ് അത്. വീണ്ടും 9-ാമത്തെ കാര്യം അതിൽ നമ്മൾ കാണുന്നത് വിക്ടറി ഓവർ ഡെസ്പെയർ ആൻഡ് ആങ്സൈറ്റി, നമ്മുടെ ജീവിതങ്ങളിലുള്ള ആങ്സൈറ്റി ആയിട്ട് ആകുല ചിന്തകളെ, നിരാശകളിൽ നിന്നുള്ള വലിയ ജയം ഇത് പഠിക്കുന്നതിൽ കൂടി നമുക്ക് വരികയാണ്. എന്തോ വലിയ കാര്യമാണ്. ഇന്ന് 10-ാമത്തെ കാര്യം യൂണിറ്റി ഇൻ ക്രൈസ്റ്റ്, കർത്താവിലെല്ലാം ഒരേ അംശമായി തീരുന്നു, ഒരേ ശരീരത്തിൻ്റെ ഭാഗങ്ങളായിത്തീരുന്ന ഒരു യൂണിറ്റി. ഇന്ന് ഒരുപാട് കാര്യങ്ങളൊന്നും എന്തൊക്കെയുള്ള പഠിപ്പിക്കലുകളാണുള്ളത്. ആളെ ഡിവൈഡ് ചെയ്യുന്ന പഠിപ്പിക്കൽ, അത് നിങ്ങൾക്കുള്ളതാ, അത് ഞങ്ങൾക്കില്ലാത്ത, എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് ആളുകൾ, എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ ആളുകൾ, വേർപെട്ട സഭ, സമുദായ സഭ, എന്തൊക്കെ ക്ലാസിഫിക്കേഷനാണ് പഠിപ്പിക്കുന്നത്. ആകെ ഒരേ ഒരു സഭയേ ഉള്ളൂ, ദാറ്റ് ഈസ് എ യൂണിവേഴ്സൽ ചർച്ച്. യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ഒറ്റ സഭയേ ഉള്ളൂ, അല്ലാതെ ഒരുപാട് സഭകളൊന്നുമില്ല. നിങ്ങൾ സമുദായക്കാർ, ഞങ്ങൾ വേർപെട്ടവർ, ഞങ്ങൾ ലോക്കലുകാർ, എന്തൊക്കെ പഠിപ്പിക്കുക, ഞങ്ങൾ അഭിഷേകക്കാർ, എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് സഭകളിൽ? ഒറ്റൊരു സഭയേ ഉള്ളൂ, കർത്താവിൻ്റെ ഒരു സഭ, ദാറ്റ് ഈസ് എ യൂണിവേഴ്സൽ ചർച്ച്. അതുകൊണ്ട് തെറ്റായിട്ടുള്ള പഠിപ്പിക്കൽ, യൂണിറ്റി ഇല്ലാത്തടത്തൊന്നും ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അവിടെ എന്താ ഉള്ളത്? കലഹമാണ് ഉള്ളത്. അവിടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇങ്ങനെ ഈ 10 കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് നമുക്കിത് പഠിക്കാനായിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ആമുഖമായിട്ട് ഈ 5 എപ്പിസോഡിൽ ഇതിൻ്റെ ആമുഖമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അവിടെ നാളെ നമ്മൾ ശരിക്കും 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേ അധികം വാക്യങ്ങളൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. 1-2 വാക്യങ്ങളല്ലാതെ ഈ 15 മിനിറ്റ് കൊണ്ട് മാക്സിമം പോയാൽ ഒരു 3 വാക്യം, അതിൽ കൂടുതലൊന്നും തീരത്തില്ല. കാരണം അതിൻ്റെ കണ്ടൻറ്റ് അത്രയ്ക്ക് കൂടുതലാണ്. കാരണം ഈ സാൽവേഷൻ പ്രോസസ്സും അതുപോലെ ഈ നീതീകരണവും, അല്ല നമ്മുടെ പാപങ്ങളും, ആദാമിലുള്ള കാര്യവും ക്രിസ്തുവിലുള്ള കാര്യങ്ങളും,
അത് നമ്മളെ പുതിയ സൃഷ്ടിയാക്കുന്നതും സ്നാനത്തിൽ കുഴിച്ചിടപ്പെടുന്നതും ഇതൊക്കെ നമ്മളങ്ങോട്ട് പഠിക്കുമ്പോഴുണ്ടല്ലോ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അങ്ങോട്ട് പ്രവഹിക്കുക. ഡോർമെൻ്റായി ഉറങ്ങി ബോണ്ടേജിലിരിക്കുന്ന നിരാശയിലിരിക്കുന്ന ഇതെല്ലാം പൊട്ടി അങ്ങ് പുറത്ത് വന്ന് പ്യൂപ്പയിൽ നിന്ന് ബട്ടർഫ്ലൈ പുറത്തേക്ക് വരുന്ന പോലെ ഒരു പുതിയ രൂപാന്തരം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാണ്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവണം. നാളെ തൊട്ട് നമ്മൾ 1-ാം അധ്യായത്തിലേക്ക് കയറി പ്രവേശിച്ച് പഠിക്കുകയാണ്. അതുകൊണ്ട് ഇതെല്ലാ രീതിയിലും ഇത് നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി. ഞാൻ ചിന്തിക്കുകയാണ് 100 എപ്പിസോഡോളം വേണ്ടി വരും ഇത് തീരാനായിട്ട്. ഏകദേശം 100 എപ്പിസോഡ് എന്നോട് കൂടെ നിങ്ങൾ നോട്ട്സ് എഴുതി വരികയാണെങ്കിൽ തീർച്ചയായും ഈ 100 ദിവസം വെച്ചാൽ 3 മാസത്തോളം അല്ലെങ്കിൽ 4 മാസത്തോളം സമയം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എഴുതി വെച്ചോ ഇപ്പം കാണുന്ന വ്യക്തിയല്ല. ഭയങ്കര വ്യത്യാസം ജീവിതത്തിലുണ്ടാകും. എല്ലാ രീതിയിലും ദൈവത്തിൻ്റെ പവർ, ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണാം. എല്ലാ റിലീസും ആത്മീയമായിട്ട്, മാനസികമായി, ശാരീരികമായി ഒരു പൂർണ്ണ റിലീസ് അതിൽ വന്നു ചേരുന്നതായിട്ട് കാണാം. തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാം പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഇത് വലിയൊരു വിടുതലിൻ്റെ ഒരു സമയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ രോഗികളായി എന്നോടൊപ്പം ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ നീ വലിയ ഒരു വിടുതൽ അവരുടെ ജീവിതങ്ങൾ കൊടുക്കണം. ഏതൊക്കെ അസുഖമാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. എന്തായാലും നീ അവർക്ക് വലിയൊരു വിടുതൽ കൊടുക്കണം. ചില ഡെമോണിക് അറ്റാക്ക് ഈ ദിവസങ്ങളിൽ കർത്താവെ ചില ജീവിതങ്ങൾ വന്നിട്ടിരിക്കുന്നു. പിശാചി വന്ന് കുരുടാക്കി കളഞ്ഞ ജീവിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോഴേ വലിച്ചെടുക്കുകയാണ്. യേശുവിൻ്റെ വലിയ രക്തം കർത്താവെ അവരെ സകല പാപവും പോക്കി ഇപ്പോഴേ ശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വലിയ റിലീസ് അവർക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസിക പ്രശ്നങ്ങൾക്ക് ഗുളിക കഴിച്ചുകൊണ്ട് ഇരിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൈഫ് സ്റ്റൈൽ ഡിസീസ് വന്നിരിക്കുന്ന ആൾക്കാർ കർത്താവ് ഷുഗർ, BP, കൊളസ്ട്രോൾ ഇതൊക്കെ കർത്താവ് വാല്യൂസൊക്കെ കൂടി നിൽക്കുകയും കർത്താവെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയും ചെയ്യുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ അതൊക്കെ നോർമലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏൽപ്പിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന എന്നോടൊപ്പം പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കണം. വലിയ വിടുതലുകളയക്കണം. ഈ ദിവസങ്ങളിൽ തുടർന്നും പ്രാർത്ഥിപ്പാനായിട്ട് അവരെ ബലപ്പെടുത്തണം. കർത്താവെ, ഞങ്ങൾ ഈ തുടർന്ന് റോമാലേഖനം പഠിക്കുമ്പോഴേ അതെല്ലാവരും ചേർന്ന് ഒരുമിച്ച് അത് പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുവാനായിട്ട് കർത്താവെ സഹായിക്കണമേ, ഇടവരുത്തണമേ, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മൾ 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളത് വായിച്ചിട്ട് വരണം. ഒരു 5-7 വാക്യങ്ങളെങ്കിലും വായിച്ചിട്ട് വരണം. കാരണം അത് നമുക്ക് പ്രയോജനമായി തീരും. നിങ്ങൾ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രെയർ റിക്വസ്റ്റ് ആ പ്രെയർ ലൈനിലേക്ക് വിളിക്കുകയോ അറിയിക്കുകയോ വാട്സാപ്പിൽ അയക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.